കഞ്ചാവടിയം മുത്തു, കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലേടാ നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത, ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി, നിനക്ക് തന്തയില്ലാണ്ടാക്കില്ലടാ പടച്ചോന് മിസ്റ്റർ മുത്തു. അങ്ങനെ തന്നെ വേണടത്തമ്മ. എന്റെ കയ്യിലൂടെ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഞാന്, തല്ലിക്കോടെ. ഇത് നിന്നെ വെല്ലുക ഇങ്ങനെ 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 വിളിക്കണ്ടാ നിന്റെ മോൻ. നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു, നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തിടെ വിവാദങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നമ്മുടെ ഷാജിദ ഷാജി. സ്വന്തം ഉമ്മാൻ്റെ ഷഡ്ഡി ഡാൻസ് വരെ യൂട്യൂബിലിട്ട് വൈറലാക്കിയ വിവാദ നായികയാണ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീ. ഇപ്പോൾ സ്വന്തം ഉമ്മാക്കെതിരെയും അതുപോലെ തന്നെ കുടുംബക്കാർക്കെതിരെയും അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാർക്കെതിരെയും എല്ലാം പച്ചത്തെറിയുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തം അയൽവാസിയുടെ ഉപ്പ മരിച്ചപ്പോൾ ഷാജിദ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പാട്ടുപാടി ഉല്ലസിച്ച് രസിക്കുന്ന ഇവരുടെയും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ അയൽവാസിയുമായി ഉണ്ടായ കച്ചറയുടെ ഒരു വീഡിയോ ഷാജിദ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മുത്തുവിനെ തെറിവിളിക്കുന്ന ഒരു വീഡിയോമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഷാജിദ സ്വന്തം മുണ്ട് പൊന്തിച്ച് കാണിക്കുന്ന വീഡിയോ നമ്മൾ ആരും കണ്ടിട്ടില്ല. നമുക്ക് ആദ്യമായി അതൊന്ന് കണ്ടുവരാം. ഷാജിദ ഷാജി എന്ന് പറയാം. സ്വന്തം അമ്മാനെ പുറത്താക്കണം അതിന്റെ നീ കളിക്കടി, നീ പൊക്കടി, നീ തുണി പൊക്കി കാണിക്കടി, നീ കാണിക്ക്, നീ പൊക്കി കാണിക്ക്. നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. നമ്മക്ക് സ്വന്തമായിട്ട് അറിയാം. ഇതാ നിങ്ങൾ ഷാജിദ ഷാജി എന്ന് പറയുന്നവള്. ഷാജിദ ഷാജി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഈ വീഡിയോയിൽ കാണുന്ന ഷാജിദ വിളിച്ചു പറയുന്ന കഞ്ചാവടിയൻ സിനാൻ, കഞ്ചാവടിയൻ മുത്തു എന്ന് പറയുന്ന ആളുടെ വാപ്പയായ ഖാദർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. അദ്ദേഹത്തെ വെച്ചാണ് ഷാജിദ ഷാജി ഈ ആഘോഷ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത്. നമുക്ക് ഷാജിദ പറയുന്ന വാക്കുകൾ നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. മിസ്റ്റർ മുത്തു വാടാ വാടാ പുല്ലാ, കഞ്ചാവടിയം മുത്തു, കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലേടാ നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. നിന്റെ കാരണം അടിച്ച പൊട്ടിക്കാനാണെങ്കിൽ ഇല്ലാത്തോണ്ട് തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത, ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താടാ പറഞ്ഞേ? എന്റെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിപ്പി. എടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു. നീ എന്റെ മക്കളിനെ ആ തല്ലൂടനുണ്ട് ഇടയിൽ തന്തയില്ലാത്തവൾ, എന്റെ തന്തയില്ലാത്ത മക്കളിനെ വളർത്തണ കെട്ടിയോനില്ലാണ്ട് നിരങ്ങിയിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി, നിനക്ക് തന്തയില്ലാണ്ടാക്കില്ലടാ പടച്ചോന് മിസ്റ്റർ മുത്തു. അങ്ങനെ തന്നെ വേണടത്തമ്മ. കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് പുറത്ത് കഞ്ചാവടിയൻ മുത്തു, നിന്റെ വാപ്പ ചത്തില്ലടാ, നിന്റെ ഉമ്മാക്ക് വാപ്പ ഭർത്താവിനെ പോയില്ലേ, അതുപോലെ നിനക്ക് നിന്റെ തന്ത ചത്തുപോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ തന്നെ നിന്റെ കരണം അടിച്ച് പൊട്ടിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ് ഈ നാട്ടിൽ എന്നും നീ കഞ്ചാവടിയൻ മുത്തു അല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ രീതിയിൽ ഒരു മരിച്ചു കിടക്കുന്ന കുടുംബത്തോട് ഇത്രയും ക്രൂരത വെച്ച് പുലർത്തുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇതിൻ്റെ മുന്നിൽ എവിടെയും കണ്ടിട്ടില്ല. കാരണം നമ്മുടെ മതം അനുസരിച്ചാണെങ്കിൽ ആര് മരിച്ചാലും നമ്മൾ സ്വാഭാവികമായിട്ടും ചെറിയ തെറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഈ സ്ത്രീ അങ്ങനെയല്ല. അവിടെ മരിച്ചു കിടക്കുന്ന പുര എന്ന് പറയുന്നത് 50 മീറ്റർ പോലും അകലമില്ലാത്ത സ്ഥലത്താണ് ഈ വീട് നിലനിൽക്കുന്നത്. അവിടെ നിന്ന് ലൈവ് എടുത്തുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആഹ്ലാദിച്ച് മതിമറന്ന് വീഡിയോ ഇടുന്ന ഷാജിദയാണ് നമുക്ക് കണ്ടത്. അതിന്റെ ബാക്കി ഒന്ന് കാണാം. തന്ത ഇല്ലാണ്ടായില്ലേ പടച്ചോൻ എന്റെ വിളി കേട്ടു, എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച 3ന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ, നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോൻ. മാടി മുത്തു കഞ്ചാവടിയാ. നീ കണ്ട SI-മാരെയും ബാക്കിയുള്ളവരെയും പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലൂടെ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഞാന്, തല്ലിക്കോടെ. ഇത് നിന്നെ വെല്ലുക ഇങ്ങനെ 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 വിളിക്കണ്ടാ നിന്റെ മോനെ. ഷാജിദ പറയുന്നുണ്ട് പടച്ചവൻ എന്റെ കൂടെയാണ് എന്നും നീ
എൻ്റെ കുട്ടികളെ വാപ്പയില്ല എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നിന്റെ വാപ്പായെ പടച്ചോൻ തിരിച്ച് വിളിച്ചില്ലേ എന്നും അതുപോലെ തന്നെ നീ SIയെ സ്വാധീനിച്ച് നിയമങ്ങളെല്ലാം മാറ്റിമറിച്ചില്ലേ എന്നും അതുപോലെ തന്നെ താൻ എൻ്റെ കുട്ടികളെ വളർത്തുന്നുണ്ട് എന്നും തല്ലേണ്ട പ്രായമായാൽ അവരെ കൊണ്ട് തല്ലിക്കുമെന്നും നായിൻ്റെ മോനെ എന്നുവരെ നമ്മുടെ ഷാജിദ ഷാജി ആ മുത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആക്ഷേപിക്കുകയാണ്. പടച്ച തമ്പുരാനെ, ആ കുട്ടിക്ക്, ആ മുത്തു എന്ന് പറയുന്ന വാപ്പ നഷ്ടപ്പെട്ട മകന് നീ ക്ഷമ കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്ത്രീ പോലും ഒരു പുരുഷനെ ഇത്ര അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നമ്മൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് മാത്രം വിനയപുരസ്സരം നമ്മൾ പറയട്ടെ. അവസാനമായി ഷാജിദ ഷാജി അവനെ ലൈവിൽ വന്നു എന്നും അവനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാടുന്ന ഒരു പാട്ടുകൂടി നിങ്ങൾക്ക് കേൾക്കാം. നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ, നീ എന്റെ ലൈവിൽ കയറി വരും എന്നെനിക്ക് അറിയായിരുന്നോടാ മോനെ. എടാ നീ എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത്? ഈ മക്കളിലേക്ക് നീ കൊഞ്ചം ഓടിപ്പിക്കോടെ മോനെ. നീ ഒന്ന് അടുപ്പിച്ച് കാണിക്കടാ മോനെ. ഒന്നല്ലടാ എനിക്ക് കാണേണ്ടത്, നീ ഒന്ന് കാണിക്കടാ. നിന്റെ തന്റെ കാതർ ഉണ്ടാക്കിയതല്ലടാ, അത് കബീറിന്റെ വിത്തുകളിടാ, അത് കബീറിന്റെ വിത്തുകള്. ഈ 5 എണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല, നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരങ്ങി ഉണ്ടാക്കിയത് അല്ലടാ. ഓക്കെ, കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ. അതുപോലെ അല്ലടാ ഇത് ഉണ്ടാക്കിയത്, അന്തസായി പിടിച്ചുണ്ടാക്കിയത്, അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ പുല്ല. നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കാദർഖാന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത്. എനിക്ക് അന്തസായി നല്ല ചരിത്രമാണുള്ളത്. അതുകൊണ്ട് നീ ചരിത്രം വളർത്തിക്കണ്ട. നിങ്ങൾ കേട്ട് കാണും, കഞ്ചാവ് അടിയൻ മുത്തു നീ ലൈവിൽ വന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ് ഈ സ്ത്രീ. എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അടുത്തിടെ സ്വന്തം ഉമ്മാക്കെതിരെ തിരിഞ്ഞു. വേണ്ടാത്ത പറയാത്ത ഒരു തോന്നിവാസങ്ങളും ഇനി മലയാള നിഘണ്ടുവിൽ തന്നെ ബാക്കിയില്ല. അതിനുശേഷം സ്വന്തം കുടുംബക്കാർക്കെതിരെ തിരിഞ്ഞു, സ്വന്തം 2 അനുജത്തിമാർക്കെതിരെ തിരിഞ്ഞു, അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ തിരിഞ്ഞു. ഇപ്പോൾ ഇതാ സ്വന്തം അയൽവാസിയായ മുത്തു സിനാൻ എന്ന് പറയുന്ന അവർക്കെതിരെയും തിരിയുന്നു. അവിടെ അവരെ വാപ്പ മരിച്ചു കിടന്നിട്ട് 3 ദിവസം പോലും തികയുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഇവിടുന്ന് അലമുറയിട്ട് ചിരിച്ച് ആർത്തുല്ലസിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ അവനെ വെല്ലുവിളിക്കുകയാണ്, പോടാ പുല്ലേ പട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാണിനെ ഇത്രയ്ക്ക് തരം താഴ്ത്തി വളരെ മോശകരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ എങ്ങനെയാണ് ഷാജിദ ഷാജിയെ പോലെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായ ഒരു വ്യക്തിക്ക് കഴിയുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് ഇതിനെല്ലാം ആധാരം. കാരണം 2 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു സ്ത്രീയാണ് അവർ. അവരുടെ ചാനലിൻ്റെ ഈ വളർച്ച കണ്ടിട്ട് അന്തം വിട്ടിട്ടാണ് അവർ ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. തനിക്ക് പൈസയുണ്ട് എന്നും തന്നെ ഇനി തോൽപ്പിക്കാൻ ആർക്കും ആവില്ല, തനിക്ക് ഉമ്മയും ഉപ്പയും ഒന്നുമല്ല ആവശ്യം, പണമാണ് വേണ്ടത്, അത് ഞാൻ ഉണ്ടാക്കുമെന്നുള്ള ഒരു ചങ്കൂറ്റം, അതാണ് ആ സ്ത്രീയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ സങ്കടകരമായ ഒരവസ്ഥയായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സ്വന്തം വീട്ടിൻ്റെ അയൽവക്കത്ത് ഒരു മരണം നടന്ന് കിടക്കുന്ന സമയത്ത് ഈ സ്ത്രീ ആ വീട്ടിലിരുന്ന് ലൈവിൽ പൊട്ടിച്ചിരിച്ച് കളിച്ച് ആർച്ചുല്ലസിച്ച് വീഡിയോ ഇടുകയാണ്. കാരണം ഇവർക്ക് 2 പേർക്കും കാണാനുള്ള നാട്ടുകാർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നാളെ വീടിന് പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ അയൽവാസികൾ എന്തായാലും ഇവരിടുന്ന വീഡിയോയും അതുപോലെ തന്നെ യൂട്യൂബിൽ കാണാനിടയുണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ആ വാപ്പ എന്ത് തെറ്റാണ് ചെയ്തത്? ഇനി മുത്തു എന്ന് പറയുന്ന വ്യക്തി ഈ ഷാജിദയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ അവരുടെ വാപ്പ എന്ത് തെറ്റാണ് ചെയ്തത്? ആ വാപ്പയോട്, മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വളരെ സങ്കടം നിറഞ്ഞ ഒരവസ്ഥയായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഷാജിദ, നീ ഇനിയും തിരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നീ ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾ, നീ പറഞ്ഞില്ലേ നിൻ്റെ പടച്ചവനെ ഞാൻ വിളിച്ചപ്പോൾ പടച്ചവൻ കേട്ടു, 3-ന്റെ അന്ന് അവൻ്റെ വാപ്പാനെ തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറയും. നീ വിളിക്കുന്ന പടച്ചവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കണം, അല്ലെങ്കിൽ നിൻ്റെ മക്കൾക്ക് നല്ലത് വരണം എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ആയിക്കൂടാ. നീ അവരെയും തിരുത്തണം. നിനക്ക് പറ്റിയ തെറ്റും കൂടി തിരുത്തിക്കൊണ്ട് തൗബ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിനക്ക് പടച്ച തമ്പുരാൻ പുറത്തു തരികയുള്ളൂ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോവുമായി ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നീ പടച്ച തമ്പുരാനോട് നമുക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ആ മുത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നീ ഒരുപാട് ക്ഷമയും അതുപോലെ തന്നെ സമാധാനവും നീ കൊടുക്കണമെന്നും ഈ മരിച്ചുപോയ ഖാദർ എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഖബറിൽ പടച്ചവന് സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.